മോനെ, അവൻ പുറത്തിറങ്ങിയില്ലെങ്കിൽ ഒരു കുടുംബം തന്നെ വഴിയാധാരമാവും. അതുകൊണ്ട് നിന്നോട് യാചിക്കുകയാണ്. നിങ്ങൾ ഈ യാചിച്ചിട്ടോ കാല് പിടിച്ച് കരഞ്ഞിട്ടോ ഒരു കാര്യമില്ല. എന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ആരും പ്രതീക്ഷിക്കണ്ട. ചേട്ടാ പ്ലീസ്, ഇവരോടൊരു നല്ല മനസ്സ് കാണിക്കേ. ഒന്നുമില്ലെങ്കിലും കുട്ടികൾക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകനല്ലേ. നീ ആരാടാ ഇത് പറയാൻ വേണ്ടിയിട്ട്? ഞാനൊരു സാധാരണ മനുഷ്യനാ, നിങ്ങളുടെ മുമ്പിൽ ആരുമല്ല. പക്ഷെ വിനയേട്ടൻ്റെ പാർട്ണറായി നടന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ പാർട്ണർഷിപ്പിന് കൊടുത്ത ക്യാഷ് മുഴുവൻ തിരികെ നൽകാൻ പറയുന്നത് തീരെ മോശം പരിപാടിയാണ്. കുറഞ്ഞ പക്ഷം അല്പം സമയമെങ്കിലും കൊടുക്കണം. അതൊന്നും ചെയ്യാതെ മനഃപൂർവ്വം കേസ് കൊടുത്ത് വിനയേട്ടനെ അകത്താക്കുക ചേട്ടൻ ചെയ്തത്. ഇത്രയും വലിയ ചതി ചെയ്ത നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ദയാദാക്ഷിണ്യം ഉണ്ടാകത്തില്ല എന്ന് അറിയാമെങ്കിലും ഒരു വയസ്സായ മനുഷ്യൻ ഇവിടെ വന്ന് നിങ്ങളുടെ കാല് പിടിക്കുക. ആരായാലും അല്പം മനുഷ്യത്വം കാണിക്കും. നിങ്ങളോടും അതേ ഇവർ ചോദിക്കുന്നുള്ളൂ. നിർത്തണം നിന്റെ മൈതാന പ്രസംഗം. തെരുവിൽ ഓട്ടോ ഓട്ടിച്ച് ജീവിക്കുന്ന നിന്നെ പോലുള്ള 7ാം കൂലിക്ക് കയറി നിൽക്കാനും അഭിപ്രായം പറയാനുള്ള സ്ഥലമല്ല അലക്സിയുടെ വീട്. എന്നെ ഉപദേശിക്കാൻ കയറി വന്നിരിക്കുന്നു. ഇറങ്ങി പോടാ. ഇത് നിന്റെ വീടായി പോയി. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അലക്സി അങ്ങ് ഒലത്തിക്കളയും. ഇറങ്ങി പോടാ അവിടെ. ഇപ്പൊ പോകാം, പക്ഷെ വേണ്ടി വന്നാ നിന്റെ കിടപ്പറ കയറി തല്ലാനുള്ള ചങ്കൂറ്റ എനിക്കുണ്ട്. കാണണോ നിനക്ക്? കാണണോ? ചന്തു വേണ്ട, ചന്തു വേണ്ട. ഇവന് ഞാൻ ആരാണെന്ന്. ചന്തുവിനോട് പുറത്തിറങ്ങാനാ പറഞ്ഞേ. നമുക്കൊന്ന് കാണേണ്ടി വരും. നീ ഓർത്തു വച്ചോ. ആയിക്കോട്ടെ, ഇപ്പൊ നീ ഇറങ്ങി ഈ കോമ്പൗണ്ടിൽ നിന്ന്. അലക്സി, ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം, ദയവ് ചെയ്ത്. കാല് പിടിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? എന്റെ കാലിന്റെ നഖം വെട്ടാനാ? ഇറങ്ങി പോടോ ഓടുന്നു. മുത്തശ്ശ വാ. ഇനി വേണം രോഹിണി വന്നെന്റെ കാല് പിടിക്കാൻ. അപ്പോ ഈ അലക്സി ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവും. അവളും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണമെന്ന് മാത്രം. വാ രോഹിണി, നിനക്ക് വേണ്ടി അലക്സി വെയിറ്റിംഗ് ആണ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.